സാരി ബ്ലൗസ് നമ്മൾ തയ്ക്കുമ്പം ചില മെഷർമെൻറ്റിനൊക്കെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇട്ട് കഴിഞ്ഞ് ഇത്രയും ഭാഗത്ത് ഭയങ്കര ഒരു ചുളിവ് വരും. ചില മെഷർമെൻറ്റേ ഉള്ളൂ. ചില മെഷർമെൻറ്റുകാർക്ക് അത് ഓക്കെ ആകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള വരുന്നൊരു ചുളിവ് വരുന്ന അളവുകൾക്ക് നമുക്ക് വരുത്തേണ്ട ഒരു മാറ്റമുണ്ട്. ആ മാറ്റം എങ്ങനെയാണെന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ ചെയ്താൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് സാരി ബ്ലൗസിൽ വരത്തില്ല. അപ്പോൾ നമ്മൾ സാരി ബ്ലൗസ് വെട്ടുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറക്കം മാർക്ക് ചെയ്തു. അപ്പം 13.5 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തു, തയ്യൽത്തമ്പ് കൂട്ടി ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തു. തയ്യൽത്തുമ്പ് തള്ളി 6 ഇഞ്ച് ഷോൾഡർ, 6 ഇഞ്ച് കൈക്കുഴി നമ്മൾ ഇവിടുന്ന് താത്ത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്യുമ്പോൾ ഇത് ഒരു 36 ഇഞ്ച് വണ്ണമാണെന്ന് വെച്ചു. 36 നമ്മൾ 36ൻ്റെ കൂടെ 4 കൂടി ചേർത്ത് 40, 40ൻ്റെ 4 10 നമ്മളിങ്ങനെ തള്ളി. താഴോട്ട് 8 ഇഞ്ച് വേസ്റ്റ് 32ൻ്റെ 4 തള്ളി. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിയുമ്പം സർവ്വസാധാരണമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരളവുണ്ട്. 1.25 ഇഞ്ച് ഇവിടെ തയ്യൽത്തുമ്പ് കൂട്ടാനിടും. ഇതുപോലെ മാർക്ക് ചെയ്യും. ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൈക്കുഴി കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു കാര്യമാണ് ഈ കൈക്കുഴി നമ്മൾ താത്തിരിക്കുന്നതിൻ്റെ സെൻട്രലിലാണ് നമ്മൾ ഇത് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 6 ഇഞ്ചാണ്, നമ്മൾ 3 തുടങ്ങും. ഇങ്ങനെ ചുളിവ് വരുന്നവർക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരളവുണ്ടല്ലോ, ഈ ഒരളവ് ഇങ്ങനെ ഇടുന്ന അളവിൻ്റെയും നമ്മളിവിടെ സെൻറ്റർ മാർക്ക് ചെയ്യണം. ഞാൻ ഒന്നും കൂടെ പറയുന്നു, ഇത് ഇങ്ങനെ കൈക്കുഴി താക്കുന്നതിൻ്റെ ഈ സെൻറ്റർ മാർക്ക് ചെയ്യണം. ഇങ്ങനെ കൈക്കുഴിയുടെ ലൂസ് തള്ളുന്നിടത്ത് ഈ സെൻറ്റർ മാർക്ക് ചെയ്യണം. ഇങ്ങനെയുള്ളതിൻ്റെ സെൻറ്റർ, ഈ 2 സെൻറ്റർ. അപ്പോൾ ഈ ചുളിവ് ഇവിടുന്ന് നമ്മൾ തുടങ്ങി ഇങ്ങനെ ഇതിലേക്ക് മാർക്ക് ചെയ്യണം. കൈക്കുഴിയുടെ താക്കുന്ന സെൻറ്ററിൽ നിന്ന് ലൂസിൻ്റെ സെൻറ്ററിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്താൽ ഒരു കാരണവശാലും നമുക്ക് ഈ ചുളിവ് ഈ ഭാഗത്തെ ചുളിവ് വരത്തില്ല. അപ്പം നമ്മൾക്കൊരു ചോദ്യം ഇവിടെ വരും, നമ്മൾ സാധാരണ ഇവിടെ നമ്മൾ 1.5 ഇഞ്ചല്ലേ തള്ളുന്നതെന്ന് ചോദിക്കും. പക്ഷേ ഇതുപോലെ ചുളിവ് വരുന്നവർക്ക് നമ്മൾ ഈ 1.5 ഇഞ്ച് തള്ളിയാൽ ചുളിവ് പിന്നെയും കൂടുകയുള്ളൂ. നേരെ മറിച്ച് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ സെൻറ്ററിലോട് ജോയിൻ്റ് ചെയ്ത് നമുക്ക് വെട്ടിയാൽ ഒരു കാരണവശാലും നമുക്ക് ഈ ഒരു ചുളിവ് വരത്തില്ല. ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് കട്ട് ചെയ്ത് നോക്കിയിട്ട് തയ്ച്ച് നോക്കൂ. 100% ശരിയാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യണം. ഇനി ഇതുപോലുള്ള അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ തന്നെ എത്തുന്നതാണ്. താങ്ക് യു. സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഓക്കേ, താങ്ക് യു.